ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. റെസിപ്പി മാത്രമല്ല ഡെക്കറേഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ബൂസ്റ്റിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് പാല്, ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ബൂസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതാണ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് 3/4 കപ്പ് മൈദയും പിന്നെ 1/4 കപ്പ് അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ അരക്കപ്പും 1/4 കപ്പും മൈദ എടുത്തിട്ട് 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലോറിൻ്റെ കണക്ക് പറഞ്ഞാൽ 1 കപ്പ് ഫ്ലോർ, അതായത് 250 ml ഒരു കപ്പാണെങ്കിൽ ആ ഒരു കപ്പിൽ മൈദയും കൊക്കോ പൗഡറും കൂടി ആ ഒരു കപ്പ് ആയിട്ട് എടുക്കണം. അതിനാണ് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ബേക്കിംഗ് പൗഡർ ഇപ്പോൾ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂണാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ 1/2 കപ്പ് മൈദ എടുത്തപ്പോൾ അതിൽ ബേക്കിംഗ് പൗഡർ മിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കി നമുക്ക് ഫ്ലോറിലേക്ക് വേണ്ടിയിട്ടുള്ള 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് അരിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ ഇരുന്നിട്ട് കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. 1 കിലോ കേക്കിലേക്ക് 4 മുട്ട. അതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂണ് വാനില എസൻസും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആവണ വിധത്തിലൊന്ന് ബീറ്റ് ചെയ്യുക. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ ഞാനിതിലേക്ക് വേണ്ടിയിട്ട് 3/4 കപ്പ് ഷുഗറാണ് എടുത്തേക്കണത്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഷുഗർ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഷുഗർ ഒരു 3-4 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് ബീറ്ററിൻ്റെ സ്പീഡും ഒന്ന് കൂട്ടി കൊടുക്കണം. അങ്ങനെ ഫുൾ സ്പീഡിലിട്ടിട്ട് ഷുഗർ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫുൾ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇത്രയും ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം നിന്നിട്ട് ബീറ്റ് ചെയ്യണ്ട കേട്ടോ. പതുക്കനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ആ ഒരു ഓയിൽ എല്ലാ ഭാഗത്തേക്കാവുന്ന വിധത്തിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബീറ്ററൊക്കെ മാറ്റി വെച്ചിട്ട് ഫ്ലോറൊക്കെ ഒന്ന് കുറേശ്ശെയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 ബാച്ചസോ 4 ബാച്ചസ് ആയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേശ്ശെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ പാല് നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നില്ല കേട്ടോ. നമുക്ക് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് മാത്രം പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചില സമയത്ത് നമുക്ക് ഒരു ബാറ്ററിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. എല്ലാ തവണ നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ഇത്തിരി കൂടുതലായിരിക്കും ലൂസ് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ സാധാരണ 1/4 കപ്പ് പാല് മാത്രമേ നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരാറുള്ളൂ. 1/2 കപ്പ് ഇപ്പോൾ കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ ഫ്ലോറിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് കുറച്ച് പാല് കൂടുതലെടുത്തിടണം. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലോർ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓവന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റാണ് പ്രീ ഹീറ്റിങ്. അപ്പോൾ അത് ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഫ്ലോറൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ മുഴുവനായിട്ടും ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് പാന് ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് നമുക്ക് ബൗൾ ക്ലീൻ ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. മുകൾ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ലെവൽ ചെയ്യുമ്പോൾ താഴ്ത്തിക്ക് ഇറക്കിയിട്ട് ലെവൽ ചെയ്തിട്ട് മുകളിൽ ഭാഗം മാത്രം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചു. ഇപ്പം നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്, ബേക്കായി ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ ലെയർ കട്ട് ചെയ്ത് തുടങ്ങിയ പിന്നെയാണ് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലെയർ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കേക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബേക്കായി നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നോക്കാം. അപ്പോൾ ലെയറിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ക്രീം ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്ത് ക്രീമിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷും പിന്നെ 2 ടേബിൾ സ്പൂണ് ബൂസ്റ്റും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഒരു ലെയറായിട്ട് അസംബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ഇഞ്ചിൻ്റെ റൗണ്ട് ബോർഡ് എടുത്തിട്ടുണ്ട്. സെൻറ്ററായിട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെറ്റ് ചെയ്യാനായിട്ട് പാൽ തന്നെയാണ് എടുത്തേക്കുന്നത്. പാലിൽ ബൂസ്റ്റ് മിക്സ് ചെയ്ത പാല് നമ്മൾ ഓൾറെഡി പഞ്ചസാരക്ക് ഇട്ട് തിളപ്പിച്ചതായിരിക്കും. എന്നിട്ട് ആ ചൂടിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം കേക്കിലേക്ക് ഇതേപോലെ വെറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ക്രീം കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് ലെയർ നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം, ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം മുതൽ നമ്മൾ കേക്ക് ക്രീമിൻ്റെ ഒരു ഇതൊക്കെ നോക്കണം, ശ്രദ്ധിക്കണം. ഒരേ ലെവലിൽ തന്നെ ക്രീം തേച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ തുടക്കത്തിലേ ചെയ്ത് വരുമ്പോൾ കേക്ക് ഫൈനലായിട്ട് നമ്മൾ ക്രം കോട്ട് ഫൈനൽ കോട്ടൊക്കെ ചെയ്യുമ്പോൾ കേക്കിന് ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ക്രീം ലെവൽ ചെയ്തതിന് ശേഷം ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നട്ട്സ് കാരമലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇത് നട്ട്സിന് ഞാൻ കാഷ്യൂ നട്ടാണ് എടുത്തേക്കണത്. ബട്ടർ സ്കോച്ച് കേക്കിന് നമ്മൾ പ്രലൈൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. ബട്ടർ സ്കോച്ചിന് ഞാൻ ആൽമണ്ടാണ് എടുക്കുന്നതിന് പകരം ഇതിലിപ്പോൾ കാഷ്നട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. സെയിം ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്രീം വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഗനാശ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നട്ട്സും ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ നട്ട്സും ഈ ചോക്ലേറ്റ് ഗനാഷും കൂടിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കേക്കിന് നല്ലൊരു റിച്ച് ഫ്ലേവറാണ് കൊടുക്കണത്. അവ നട്ട്സ് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ലെയർ വെക്കുമ്പോൾ ആ സ്പഞ്ചുമ്മൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, സ്പഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ഇത് നമുക്ക് ക്രീമിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിരുന്നോളും. അപ്പോൾ കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഫൈനൽ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുന്നേ ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഫൈനൽ ചെയ്യണുണ്ട്. ഫൈനൽ കോട്ട് നമ്മൾ പ്ലെയിൻ സാധാരണ ചെയ്യണം കേട്ടോ. അതായത് നട്ട്സ് ഒന്നും പുറത്തേക്ക് ഇടണില്ല, ഉള്ളിലും ഫില്ലിങ് മാത്രമേ നമ്മൾ ഈ ഫ്ലേവർ കൊടുക്കണുള്ളൂ കേട്ടോ. പുറത്തേക്ക് നമ്മൾ വേറൊരു ഡിസൈനാണ് ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് ഫൈനലി വേഗം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ അത്യാവശ്യം തിക്നെസ്സിൽ ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ ഷാർപ്പ് എഡ്ജൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീമിൽ റെഡും പിങ്കും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഷുഗറിൻ്റെ കളേഴ്സ് തന്നെയാണ് എടുത്തേക്കണത്. റെഡ് കളർ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് ചെറിയ പാച്ചസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രഷ് ഡിസൈനാണ് ചെയ്യാൻ പോണത്. സൈഡിലെ ബ്രഷ് ഡിസൈനും മുകളിൽ സ്പാച്ചുല ഡിസൈന് നമ്മൾ റൊട്ടേറ്റ് ചെയ്തെടുക്കില്ലേ, അതേപോലെ. അപ്പോൾ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ചെറിയൊരു പാച്ചസ് ഈ ഒരു കളറിൻ്റെ ഈ ഒരു ഷെയ്ഡ് സൈഡിൽ ഇങ്ങനെ പാച്ചസ് ആയിട്ട് നിന്നാൽ മാത്രം മതി കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു കളറിൽ കോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെറിയ ചെറിയ പാച്ചസ് ആയിട്ട് മാത്രം മതി. ഞാൻ ഇതേപോലെ മുകളിൽ പല്ലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഈ കളറൊക്കെ എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ആണത്. അപ്പോൾ വെറുതെ നമുക്ക് കളർ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിക്കോളും. ഇപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുപോയ പോലെ തന്നെ പുറത്തേക്ക് വലിക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് ടൈൻ ചെയ്ത് പുറത്തേക്കും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഡെക്കറേഷനൊക്കെ ഒരു ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് റോസറ്റ് നോസിൽ വെച്ചിട്ടൊന്ന് ഫ്ലവറുകൾ കുറച്ച് വരച്ചു കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 3 ഷെയ്ഡ് കളർ ആക്കി വെച്ചിട്ടുണ്ട്. ഷെഫ് മാസ്റ്ററിൻ്റെ ഗോൾഡ് കളറാണ് ആ യെല്ലോ കളറായിട്ട് കാണിക്കണത് കേട്ടോ. പിന്നെ ഷുഗറിൻ്റെ റെഡും പിങ്കും രണ്ടും മിക്സ് ചെയ്തിട്ട് ഡാർക്കും ലൈറ്റായിട്ടാണ് 3 കളറായിട്ട് വെച്ചേക്കണത് കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്കിത് 3ഉം കൂടി പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് റോസറ്റ് നോസിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. റോസറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. മുകളിൽ ഒരു സൈഡിലായിട്ടും പിന്നെ താഴത്ത് ഒരു സൈഡിലായിട്ടാണ് ഡിസൈൻ ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ. പിന്നെ നമുക്ക് പേര് വയ്ക്കാനുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേക്കിൻ്റെ മുകളിലായിട്ട്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഗോൾഡിൻ്റെ ഡസ്റ്റും കൂടി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇന്നത്തെ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പിയും കേക്ക് ഡെക്കറേഷനും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.